മത്സരിക്കാനുള്ള സന്നദ്ധതയൊക്കെ പറയുന്നു. പക്ഷേ UDF ഇല്ല എന്ന് പറയുന്നു, മത്സരിക്കാനുമില്ല, ഇനി ആരും വിളിക്കണ്ട എന്ന് പറയുന്നു. പ്രതീക്ഷ പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഇല്ലില്ല, വരട്ടെ, ഇനി സമയമുണ്ടല്ലോ. ഞങ്ങൾ ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ പോവാണ്. ഹരിഹരൻ ഷൗക്കത്ത് UDFന്റെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെ കഴിയട്ടെ, ഇനിയും സമയമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസം ഡെവലപ്മെന്റ്സ് ഉണ്ടാവും. കഴിഞ്ഞ കുറച്ച് ദിവസമായി LDFനെതിരെ വിമർശനവും PV അൻവറിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഇന്ന് വ്യത്യസ്തമായി LDF സ്ഥാനാർത്ഥിക്കെതിരെ പോലും രൂക്ഷമായ ചില വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. എങ്ങനെയാ കാണുന്നത്? അദ്ദേഹം LDFനെ എതിർത്തുകൊണ്ടാണല്ലോ MLA സ്ഥാനം രാജിവെച്ചത്. ഇന്നും പ്രസ് മീറ്റില് PV അൻവർ പറയുന്നത് വ്യക്തിപരമായ ചിലരിലേക്ക് മാത്രം പോയി. ഇല്ല, അതിന് അല്ല, ഞങ്ങള് നേരത്തെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷനാണ്. ആ നോമിനേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോകുന്നത്. അതിനുശേഷം ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചില കാര്യങ്ങൾ ഇന്നലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ കാര്യമാണ്. എന്തായാലും ഈ കാര്യങ്ങൾ ഇനിയും കൂടുതൽ ചിന്തയിലേക്ക് വരും. അതിന്റെ ഒരു മുന്നോടിയായി നിങ്ങളിത് കണ്ടാവുന്നു. അൻവർ UDFിലേക്കില്ലാന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ടല്ലോ, ഇന്നിപ്പോ പ്രസ് മീറ്റിൽ അങ്ങനെ അല്ല, അതൊക്കെ ഞാൻ സമയമുണ്ടല്ലോ, ഞങ്ങളൊന്ന് കൂട്ടായി ഒന്ന് ഇരിക്കട്ടെ. കൂട്ടായി ഇരുന്ന് ഞങ്ങൾ കാര്യങ്ങളിലേക്ക് വരും. അത് സംശയം എന്താ? ആ കാര്യത്തിൽ ഒരു സംശയം വേണം. LDFനെതിരെ നിലപാട് ശക്തമാക്കിയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സാധ്യത, അനുനയ സാധ്യതകൾ. അല്ല, അങ്ങനെ LDFന് എതിരെ പിന്നെ അവര് കൂടുതൽ പറഞ്ഞു ഉള്ളതൊന്നുമല്ല. LDFനെതിരെ അൻവറിനെ സംബന്ധിച്ച് അൻവർ നേരത്തെ തന്നെ LDF ഗവൺമെന്റിനെതിരെ ശബ്ദം ഉയർത്തിക്കൊണ്ട് വന്ന ആളാണ്. ഞങ്ങളുടെ അജണ്ടയും അതുതന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്നാണ് ഈ അവസാന നിമിഷം വരെയും എന്റെ പ്രതീക്ഷ.